ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് ദുബായിൽ എത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനും പ്രിയം ഭയങ്കര സിക്കായി. ഐ ഹാവ് ഗോട്ട് സോ സിക്ക് ഇൻ എ ലോങ് ടൈം. സോ അതുകൊണ്ട് എനിക്ക് ആ ലാസ്റ്റ് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് കുറേ പേരോട് സോറി, കാരണം ഞങ്ങൾ ദുബായിലുണ്ടെന്ന് വിചാരിച്ചു കുറേ പേര് വീഡിയോസ് വന്ന ടൈമിൽ മീറ്റ് ചെയ്തു. പക്ഷെ എനിക്കൊന്ന് വീഡിയോന്റെ രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ തന്നെ, ദുബായിലെ രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തിയായിരുന്നു. സോ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യണം. എത്ര പേര് ഫുഡിന് വിളിച്ചു എന്നറിയാം, ഇഫ്താറിനൊക്കെ എത്ര ഒരു നല്ല ഫുഡിന്റെ സജഷൻസ് ഒന്നും അതൊന്നും പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും എല്ലാവരെയും മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് 30 kgs ഓഫ് ദുബായ് മെമ്മറീസ് ആണ്. ഇതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡഡോ അങ്ങനെയൊന്നും അല്ല. ദുബായിന് സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ ഗൾഫിന് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളും കുറച്ച് നോസ്റ്റാൾജിയ സാധനങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അവിടെ വെച്ച് കാണിക്കാൻ പറ്റിയില്ല അല്ലേ? സോ ആദ്യമേ തന്നെ ഇത് ലാസ്റ്റ് വാങ്ങിയാണ്. എപ്പോഴും അമ്മ ഗൾഫിൽ വരുമ്പോൾ എനിക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് വാങ്ങുമായിരുന്നു. കാരണം അവിടുത്തെ ഫാർമസിയിൽ നല്ല റേറ്റിന് നല്ല സാധനങ്ങൾ കിട്ടുമായിരുന്നു. സോ ആദ്യമേ തന്നെ 2 പ്രോട്ടീൻ പൗഡർ വാങ്ങിയ. ഇങ്ങനെയല്ല, വേറെ ചെറിയ സാധനങ്ങൾ, വേറൊരു സാധനം എടുത്ത് മാറ്റി 5 കിലോന്റെ സോപ്പ് പൊടി. അതാണ് ആക്ച്വലി ഓവർ വെയിറ്റ് ആക്കിയത്. ആ കഥ പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഞങ്ങളുടെ സാധനങ്ങളുണ്ടല്ലോ, അതൊരു ലക്കിലി ഓവർ വെയിറ്റ് ആയി കേട്ടാ. എപ്പോഴും ആസ് യൂഷ്വൽ ഓവർ വെയിറ്റ് ആയി. അത് എപ്പോഴും അല്ല, ആസ് യൂഷ്വൽ അല്ല, നമുക്ക് വെയിറ്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു ഹാൻഡ് ലഗേജും നമ്മുടെ പാസ്പോർട്ട് ബാഗ് വരെ വെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഓവർ വെയിറ്റ് ആയി. ഭാഗ്യത്തിന് ഒരു ചേട്ടൻ ഹാൻഡ് ലഗേജ് ഒന്നും ഇല്ലാതെ വന്നു. സാധാരണ ആരും അങ്ങനെ ചെയ്യുന്നതല്ല, വിശ്വാസത്തിന്റെ പേരിൽ ലൈക്ക് എന്തെങ്കിലും റോങ് സാധനങ്ങളൊക്കെ പെട്ടിയിലുണ്ടെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ആ ചേട്ടൻ ഞങ്ങളുടെ ഹാൻഡ് ബാഗ് ചേട്ടനെയാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 7000 രൂപ എക്സ്ട്രാ ആയാലും. അത് ആദ്യമായിട്ടാണ് അല്ലേ ഹാൻഡ് ലഗേജ്. പാസ്പോർട്ട് ബാഗ് വരെ എയർ അറേബ്യ വെയ്യുന്നുണ്ട്. സോ വളരെ അതുപോലെ തന്നെ എന്റെ ഹാൻഡ് ബാഗും, ഹാൻഡ് ബാഗ്, ലേഡീസിന്റെ ഹാൻഡ് ബാഗും എല്ലാം കൂടെ നമുക്ക് ഹാൻഡ് ലഗേജ് 10 കിലോ കൊണ്ടുപോകാം. പക്ഷെ അതിൽ നമ്മുടെ ലാപ്ടോപ്പ് ബാഗും ഹാൻഡ് ബാഗും പേഴ്സും എല്ലാം അവര് വെയ്യുന്നതായിരിക്കും. സോ ബി കെയർഫുൾ. പക്ഷെ എയർ അറേബ്യ കിട്ടുന്ന ഫ്ലൈറ്റ് ആണ്, വെരി ഗുഡ്. ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണെങ്കിലും ഭയങ്കര നല്ല സർവീസും നല്ല ഇതുമാണ്. സോ കുറച്ച് സാധനങ്ങൾ ഇത് വെറുതെ വേദു എടുത്താണ്. സ്പൈഡർ ഒരു സ്പൈഡറും ഒരു ഗണ്ണും ഉണ്ട്. പിന്നെ പ്രിയയുടെ 2 കൊട UV പ്രൊട്ടക്ഷൻ ഉള്ള കൊട. ഒന്ന് മമ്മിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് മമ്മിക്കും ഒന്ന് പ്രിയക്കും. പിന്നെ ചെറിയ കാര്യങ്ങൾ എന്നാലും ജസ്റ്റ് കാണിക്കാം. നല്ല സാധനങ്ങൾ കിട്ടിയോണ്ട് വാങ്ങിയതാ. വേദുനുള്ള കിഡ്സിന്റെ ഓറൽ ബീയുടെ ടൂത്ത് പേസ്റ്റ്. ഇപ്പോഴും വേദു കിഡ്സ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യമേ ജോർജിയയിലാണ് വാങ്ങിയത്. പേരിന്റെ ചോക്ലേറ്റ്. ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. 4 ഇൻഗ്രീഡിയൻസ് കാണിയുള്ളൂ. എഗ്, മൈദ, ബട്ടർ ആൻഡ് കൊക്കോ ആൻഡ് മിൽക്ക്. 5 ഇൻഗ്രീഡിയന്റ്. സോ കുട്ടികൾക്ക് സ്നാക്സിനായിട്ട് പ്രോസസ് ഫുഡ് ആണെങ്കിലും ഉള്ളതിൽ നല്ലതാണ്. പിന്നെ ഇത് മേതുവിന്റെ ഇഷ്ടം വോഫിൾ റൂൾ. ഇതൊക്കെ നമ്മൾ കൊച്ചിയിലെ ഞങ്ങൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നതാണ്, വോഫിൾസിന്റെ സംഭവം. പിന്നെ ഞങ്ങള് ഇത് ഒറിജിനൽ ഒരു പെർഫ്യൂമാണ്, കെറേറ. ഇത് ഡാഡിക്ക് വാങ്ങിയതാ, കെറേറയുടെ ഒരെണ്ണം. ഇത് എല്ലാം ഒറിജിനൽ ആണ് പെർഫ്യൂംസ്. പക്ഷെ ക്ലോൺ പെർഫ്യൂംസ് ഇപ്പൊ ദുബായിൽ ഭയങ്കര ഫേമസ്. പിന്നെ ഗൾഫുകാരെ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ക്ലോൺ പെർഫ്യൂംസ് കൊണ്ടുവരുമല്ലോ. അല്ല, ഇപ്പൊ വാങ്ങുന്നുണ്ടല്ലോ. ഈ ഇടയായിട്ട് ഭയങ്കര പോപ്പുലറാണ്. പണ്ട് ഞാനൊക്കെ ഉള്ള ടൈമില് ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം, പിന്നെ റോയൽ മിറാജ് കേട്ടിട്ടുണ്ടോ? ഇതുമെല്ലാം റോയൽ മിറാജ് കേട്ടിട്ടുണ്ട്. മസ്ക്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ കുറെ ക്ലോൺ ഉണ്ട്. സോ ഇതൊരു ക്ലോൺ പെർഫ്യൂംസ് ഒരെണ്ണം വാങ്ങി. പിന്നെ 3-4 വാങ്ങി. ഇത് YSLന്റെ ക്ലോണ്. പിന്നെ ഇത് പ്രിയ മമ്മിക്ക് കുറെ പ്ലാസ്റ്റിക് ഫ്രൂട്ട്സ്. അത് കാണിക്കേ. ഓറഞ്ച്, മുന്തിരി. നോക്കട്ടെ, കവറിന്റെ അകത്ത് കാണിക്കേ. മുന്തിരി. പിന്നെ ഇത് വേറെ വലിയ മുന്തിരി, പച്ചമുന്തിരി, ചുമന്ന മുന്തിരി, ഓറഞ്ച്. ഫ്രൂട്ട്സിന് മണമുണ്ടല്ലോ ഇതിന്, പ്ലാസ്റ്റിക് ആണെങ്കിലും. പിന്നെ ഇത് വേറെ കളർ മുന്തിരി, ഡാർക്ക് കളർ. അത്രേ ഉള്ളൂ. പിന്നെന്താ? അത്രേ ഉള്ളൂ. ആപ്പിൾ എന്തോ? ആപ്പിൾ ഇല്ല. ഇല്ലേ, ഓറഞ്ച് മാത്രം എടുത്തിട്ടുള്ളൂ. ഓറഞ്ച് മുന്തിരി മാത്രമേ എടുത്തുള്ളൂ ഞാൻ. പഴം എടുത്തായിരുന്നല്ലോ. പഴം ഇല്ല. പഴമില്ല, ആപ്പിൾ ഉണ്ട്. ഇങ്ങനത്തെ കുറെ ചെറിയ സാധനങ്ങളാണ്. എന്നാലും ഒരു രസമല്ലേ. പിന്നെ എന്റെ ചേച്ചിക്ക് ടൈഗർ ബാം വേണം പറഞ്ഞിട്ട് ഒരു ടൈഗർ ബാം വാങ്ങിയിട്ടുണ്ട്. ബാറ്ററി ആസ് യൂഷ്വൽ, ഗൾഫിൽ വരുന്ന എല്ലാവരും ബാറ്ററി കൊണ്ടുവരും.
എന്തൊരു വെറൈറ്റി ഹോൾ വീഡിയോ ആയിരിക്കും അല്ലെ ഇത്. സാധാരണ നമ്മള് നല്ല നല്ല ആഗ്രഹമുള്ള സാധനങ്ങളായിരിക്കും. ഇതിപ്പോ നോസ്റ്റാൾജിയ അല്ലെങ്കിൽ ചുമ്മാ ആഗ്രഹം തോന്നി വാങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ. ഇത് വേറെ ക്ലോൺ പെർഫ്യൂം അല്ല, ഇതിപ്പോ ആൾക്കാർ ചോദിക്കില്ലേ ദുബായിന്ന് വരുമ്പോ അവര് മറ്റേ പെർഫ്യൂം, മറ്റേ ബ്രാൻഡ്, ഈ ബ്രാൻഡ് സൺഗ്ലാസ് അതൊക്കെ കൊണ്ടുവന്നതിന് പകരം നമ്മള് ടൈഗർ ബാം, ടൂത്ത് പേസ്റ്റ്, ബാറ്ററി, ഈ സോപ്പ് പൊടി ഇതൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോപ്പ് പൊടി 5 കിലോ അതെല്ലാം ഓവർ വെയിറ്റ് ആയി. പിന്നെ പ്രിയയുടെ ഒരു ഇത് ഒരു എക്സ്പെൻസീവ് സംഭവമാണ്, ഒരു സൺസ്ക്രീൻ. അത് നമ്മൾ അന്ന് അവിടെ പോയപ്പോ വ്ലോഗ് ചെയ്തത്, അതിലെടുത്തത്. ഇതിന്റെ 2 സൺസ്ക്രീൻ, ഒരെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ. അത് ഭയങ്കര ലാഭമായി പോയി. പിന്നെ എന്റെ മൂക്കിലെ മുടി കളയാനായിട്ടുള്ള 200 രൂപയുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അത് ഇവിടെയും കിട്ടും. എന്നാലും 200 രൂപയ്ക്ക് ദുബായ് കാണുമ്പോ ഇവിടുന്ന് വാങ്ങുമ്പോൾ മൂക്കോടെ വരെ നോക്കിക്കോ. അത് ഇപ്പൊ എടുക്കുമ്പോ 200 രൂപ നല്ല സാധനമാണ്. ഉപയോഗിച്ചു മുന്നേ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഒരു ബാഗ് ഫ്രീ എടുത്തത്. പിന്നെ ഈ ചോക്ലേറ്റ്, ഇത് കേൾക്കാത്ത ഒരു ചോക്ലേറ്റ് ആണ്. പിന്നെ പ്രിയത ഒരു ജെല്ലി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല സാധനങ്ങള്. പിന്നെ ഈ പേഴ്സ് 2 ഉണ്ടല്ലോ. മമ്മിയുടെ എടുത്തായിരുന്നു അപ്പൊ? അല്ല, മമ്മിയുടെ അത് എടുത്തത് അവര് മാറ്റിയില്ലേ. ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത് മറ്റേ ഷോപ്പിൽ പോയപ്പോ. ഇത് പ്രിയ ഭയങ്കര സ്റ്റൈലായിട്ട് വാങ്ങിയ ഒരു പേഴ്സ് ആണ്. സൂപ്പർ ബാഗ്. അത് സൂപ്പർ ബാഗ്. ഇതല്ലാതെ ഞാൻ ഈ വീഡിയോ ലെങ്ത് കൂടിയിട്ടില്ലെങ്കിൽ എനിക്ക് നോസ്റ്റാൾജിയ ഉള്ള ഒരു 5-6 ഫുഡ് ഉണ്ട്, അത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് കുനാഫ ചോക്ലേറ്റ്, അത് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇത് ലാസ്റ്റ് ഇയർ ഇടാം. ഈ കുനാഫ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യണം. റാണി, അറിയോ റാണീനെ? എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ പേരാണ് റാണി. ആ റാണിയല്ല, ഇത് ദുബായിലെ റാണിയാണ്. എന്താ ഓറഞ്ച് ജ്യൂസ്? ഓറഞ്ച് ജ്യൂസ് അതെന്താ പോപ്പുലർ ആണ്. ടേസ്റ്റ്? എന്താ പോപ്പുലർ ആണ്. ടേസ്റ്റ് സെയിം അല്ലേ? എന്നാലും ദുബായിലെ റാണീനെ കുടിക്കുമ്പോ ഒരു വേറെ ഫീൽ. എന്നാ പിന്നെ ആ കവർ കളയണ്ട. പിന്നെ വേദൂര് കൊച്ചിലേ തൊട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കൊളോണാണ്. മുഖത്തിടാനും സ്കൂളിൽ പോകുമ്പോഴൊക്കെ സെബാമേഡിന്റെ ഒരു കൊളോൺ ആണ്. ഇവിടെ 2000, 1800, 1300 രൂപ കണ്ടാണ്. ദുബായിൽ 450 റുപ്പീസ് ഒക്കെ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതും ഭയങ്കര ലൈഫ് ഫാർമസി എന്നാണ് ഞാൻ ഇങ്ങനത്തെ പ്രോഡക്റ്റ്. ഇത് അവീന്റെ ഫേസ് വാഷ് പറഞ്ഞില്ല, ഭയങ്കര ചീപ്പായി കിട്ടിയത്. നിങ്ങളെ ഫേസ് വാഷ് കുറച്ച് എക്സ്പെൻസീവ് വാങ്ങിയാലും കുഴപ്പമില്ല, കാരണം കുറെ കാലം ലാസ്റ്റ് ചെയ്യും ഫേസ് വാഷ്. സോ എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഒരു 3 മാസം 4 മാസം ഒക്കെ ലാസ്റ്റ് ചെയ്യും 2 നേരം വാഷ് ചെയ്യുമ്പോ. മര്യാദക്ക് വാഷ് ചെയ്യാത്തോണ്ട് ആവശ്യത്തിൽ കൂടുതൽ വാഷ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ മുഖം നിറച്ച് താടിയാ. അതല്ല, സ്കിന്നിന്റെ ഭാഗം, സ്കിന്ന് കുറച്ചും താടി കൂടുതലോ, അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് കുറച്ച് വേണ്ടി വരുള്ളൂ എല്ലാ ഫേസ് പ്രോഡക്റ്റ്. ഞാൻ ആക്ച്വലി ബിയർഡ് കളർ ചെയ്യാറുണ്ട്. സോ ഇതുവരെ കളർ ചെയ്യുമ്പോൾ സാധാരണ ഒരു ബിയർഡ് കളർ പോലത്തെ സാധനം ഉപയോഗിച്ചാണ് ചെയ്തത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ടൈം എടുക്കും ഇതുപോലെ മിക്സ് ചെയ്യാനൊക്കെ. ഇത് ഞാൻ ആദ്യമായിട്ട് ബിയർഡിന്റെ കളർ ഷാമ്പു ഞാൻ കണ്ടു. എന്റെ അടുത്തോട്ട് വരണ്ട കേട്ടോ, അതിട്ടിട്ട് കേട്ടല്ലോ. ഇത് ഭയങ്കര നല്ല സാധനമാണ്, കളർ ഷാമ്പു. നമുക്ക് മുഖത്തിട്ടാലും പെട്ടെന്ന് വെറുതെ ഷാമ്പു പോലെ എടുത്ത് മുഖത്തിട്ടാൽ മതി. ഇവിടെ ഒന്നും സ്കിന്നിലൊന്നും ആവത്തില്ല, മറ്റേ അമോണിയ ഇല്ല, ബാക്കി സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 3 മിനിറ്റ് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറാണ്. ഞാൻ ബ്രൗണും ഏതാ റെഡ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഡാർക്ക് ബ്രൗൺ എടുത്തിരിക്കുന്നത്, ലൈറ്റ് ബ്രൗൺ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വെറൈറ്റിക്കാണ്. പിന്നെന്താ, ഇത് ഞാൻ നമ്മുടെ ഓർമ്മയ്ക്ക് വാങ്ങിയതാണ്. ക്രോസോൺ, ജാത്തർ ക്രോസോൺ. ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന സാധനമായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ക്രോസോൺ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിരിക്കുന്നേ. പിന്നെ ഇത് വേദുവിന്റെ സ്നാക്സ്, മെക്മിക്കീസിന്റെ നിബിൾസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇതിൽ അത്രയുണ്ട്. പിന്നെ ഇതിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കണ്ടത്. ഇത് നമ്മള് മറ്റേ അന്തു നിർബന്ധിച്ചെടുത്ത് എടുത്താണ്. ഷിയ ബട്ടറിന്റെ മറ്റേ ആഫ്രിക്കക്കാരന്റെ മറ്റേ ഇവിടെ മൊറോക്കൻ അല്ല, ആഫ്രിക്കൻ സാധനമാണ്. ബോഡി ക്രീമോ ബോഡി ലോഷനോ അങ്ങനെ അല്ല, നമ്മളെ എവിടെ പോയപ്പോ വാങ്ങിച്ചല്ലേ, ഗ്ലോബൽ വില്ലേജ്. പിന്നെ എന്റെ ചേച്ചിയുടെ പിള്ളേർക്ക് മോൾട്ടീസേഴ്സും ലില്ലും ഭയങ്കര ഇഷ്ടമാണ്. സോ മോൾട്ടീസേഴ്സ് ഞാൻ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ദുബായ്ക്കാർക്ക് ഭയങ്കര ഒരു നോസ്റ്റാൾജിയ. പ്രിയക്കൊന്നും ഇതും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ വെള്ള സോക്സ്. അച്ഛനൊന്നും വാങ്ങിയില്ല കേട്ടാ, അവർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ കൊടുക്കാന്. പിന്നെ അതെ, മോൾട്ടീസേഴ്സ് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ സോക്സ് ഉണ്ട്.
എന്തിനു വയ്യ ബൈയിങ് കാരണം സോക്സ്? എല്ലാ ട്രിപ്പ് കഴിയുമ്പോൾ ഒരു 3-4 സോക്സ് മിസ്സിംഗ് ആവും. എല്ലാ സ്ഥലത്തും പോയി സോക്സ് വാങ്ങും. സോക്സ് വാങ്ങും. യു ആർ ക്രേസി. ഷൂസ്, സോക്സ്, അതിന്റെ കാല് സ്പ്രേ, മറ്റേത് മറിച്ചത്. എനിക്ക് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ പ്രിയനെ പോലെ അല്ല. ചുമ്മാതാണോ ബാഗിന് വെയിറ്റ് കൂടുന്നത്? ഫുൾ സോക്സ് ആണ് ബാഗിന്റെ അകത്ത്. എന്നിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ കൊണ്ടേ കളഞ്ഞിട്ടും വരും. സോക്സ് മാത്രമല്ല മിസ്പ്ലേസ്ഡ് ആയിട്ട്. എന്താണ് മിസ്പ്ലേസ് ആവുന്നത്? ഒരു ഐഡിയ ഇല്ല. ഇതില്ലേ, ഇത് ബോഡി വാഷ് ആണ്. ഡോക്ടർ ടീൽസ് എന്ന് പറഞ്ഞ US ബ്രാൻഡിന്റെ ബോഡി വാഷ് ആണ്. ഇത് ഉറങ്ങണതാണ്. എപ്സം സോൾട്ട് ഉണ്ട്. സോ ഇതിട്ട് ടബിലും ഇടാം, കുളിക്കും ചെയ്യാം. ആൻഡ് യു ക്യാൻ സ്ലീപ്പ് വെൽ. പിന്നെ ഉറങ്ങിപ്പോന്ന് പറഞ്ഞു. ചോക്ലേറ്റ് വീണ്ടും ഒരു വലിയ ന്യൂട്ടല്ല. പക്ഷെ ഈ ന്യൂട്ടല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പോലത്തെ അല്ല. ഇതിൽ ആക്ച്വലി കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇതുണ്ട്, നട്ട്സ് ഉണ്ട്, ലെസ് കളറിംഗ് ആണ്. 7 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. ഭയങ്കര കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ്. ഈവൻ ദോ ഇറ്റ് ഇസ് ബാഡ് ഫോർ യു, ബാഡിന് ഗുഡ് ആണ് ഇത്. ഈ ന്യൂട്ടല്ല, ഇത് മെയ്ഡ് ഇൻ ടർക്കി ആണ്. ഇതൊക്കെ നമുക്ക് അവിടെ ദുബായ് കിട്ടും. അടുത്ത പെർഫ്യൂം. അടുത്ത പെർഫ്യൂം നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു വർഷം അല്ല, വർഷത്തിൽ ഒരിക്കൽ ദുബായിന്നൊക്കെ നാട്ടിലേക്ക് വരും. അതുപോലെയുണ്ട് സത്യം പറഞ്ഞ. അതുപോലെയുണ്ട് സത്യം പറഞ്ഞ. പെട്ടി നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്. ശരിക്കും ദുബായ്ക്കാരുടെ വെട്ടി പോലെ ഇല്ലേ അല്ലേ? കൊറേ പെർഫ്യൂമും ചോക്ലേറ്റ്സും അല്ലേ? പിന്നെ അമ്മയ്ക്ക് ചീസ് ക്യൂബ്സ് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എസ്പെഷ്യലി അൽമറായി, മറ്റേ സ്ലൈസ് ചീസ് അല്ല, ക്യൂബ്സ്. സോ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് മറ്റേ അകത്ത് മാർഷ്മെല്ലോ ഉള്ള ടൈപ്പ് ചോക്ലേറ്റ്. ഇത് വലിയ ലേസ്, അതിന്റെ വെളിയിലുള്ളത്. പിന്നെ ഇത് ഡേറ്റ്സിന്റെ ബിസ്ക്കറ്റ്. ഇത് അത്യാവശ്യം ഏതൊരു ഇഷ്ടപ്പെട്ടാണ്, അതുകൊണ്ട് വാങ്ങിയതാ. കഴിക്കുമോ അറിയില്ല. ഇല്ലെങ്കിൽ പ്രിയ ഞാൻ കഴിക്കത്തില്ല, തന്നെ കഴിച്ചു തീർത്തോളാം കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. പിന്നെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് 12 പാക്കറ്റ് ജെല്ലി. നമുക്ക് ജെല്ലി ഉണ്ടാക്കി കഴിക്കാം. ജെല്ലിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ ഇതൊക്കെ ഫിംഗർ ചോക്ലേറ്റ്. ഇതൊക്കെ എപ്പോ എടുത്തു എന്ന് ഓർമ്മയില്ല. ഇത് ലാസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ എന്തോ ചോക്ലേറ്റ്, നല്ല ടേസ്റ്റ് ആണ്. അവർ അവിടെ നിന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. നമുക്ക് സാമ്പിളിങ് തന്നില്ലേ, അങ്ങനെ എടുത്തതാ. പണ്ടത്തെ ആൾക്കാർ കൊണ്ടുവരുന്നല്ലേ പൗഡർ. മമ്മിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ മമ്മിക്ക് പൗഡർ, വീണ്ടും ചോക്ലേറ്റ്, പിന്നെ സോപ്പ് പൊടി. ലിക്വിഡ് സോപ്പാണ്. കണ്ടീഷണറും സോപ്പ് പൊടിയൊക്കെ കൊണ്ടുവന്ന് 2 പാക്കറ്റ്. നാട്ടുകാര് കളിയാക്കും കേട്ടാ. എന്ത് ഇവിടെ നിന്ന് ഇത് കിട്ടത്തില്ലേന്ന് ചോദിക്കും. സന്തോഷമല്ലേ ദുബായിന്ന് കൊണ്ടുവരുന്നത്. നമുക്ക് വിഷുവിന് ഷോപ്പിൽ കൊടുക്കാനുള്ള ഗോൾഡ്. ഇതാണ് വേർത്ത്. വിഷുവിന് വരുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ 14th വരുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ ചോക്ലേറ്റ്, ദുബായ് എന്നുള്ള ചോക്ലേറ്റ് ഗോൾഡ് കൊടുക്കുന്നതായിരിക്കും. വിഷുവിന് നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, അങ്ങനെ പറ. അതിന്റെ ഇടയിൽ ഞാൻ പറയട്ടെ, ഈ ബെഡ്ഷീറ്റ് നമ്മുടെ ഷോപ്പിലുള്ളതാണ്. ദി സ്പേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. അല്ല 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 അല്ല, ഇത് എത്ര ദിവസം വിരിച്ചിട്ട്? അപ്പൊ നമ്മുടെ വിഷുവിന് എല്ലാരും ഷോപ്പിൽ വരണം കേട്ടാ. അല്ല ഞാൻ പറഞ്ഞ അല്ല, ഗോൾഡ് കോയിൻ കിട്ടണ്ടേ. ഇത് കരേറയുടെ ഡിയോ ഓഫർ കിട്ടിയപ്പോ 6 എടുത്തിട്ടുണ്ട്. ഇത് ആരും അടിച്ചു വിൽക്കും അറിയില്ല. എന്താണത്? ഡിയോഡ്രന്റ് കരേറയുടെ. അത് വാങ്ങി. ഫുഡ് സ്പ്രേ 1 അല്ല 2 അല്ല 3 എണ്ണം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, സോക്സ്, ചെരുപ്പ്, ഫുഡ് സ്പ്രേ. ഇത് ഇവിടെ കിട്ടില്ല, ഇന്ത്യയിൽ കിട്ടില്ല. സ്കൂളിലാണ് ഏറ്റവും നല്ല ബ്രാൻഡാണ്. സോ ഞാൻ ഫുൾ ഡേ ഈ നടക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഫുഡ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഫുഡ് സ്പ്രേ നന്നായി അടിക്കും. അതുകൊണ്ട് 3 എണ്ണം വാങ്ങി. ഇത് ഏകദേശം 1 വർഷത്തേക്ക് കാണും. ഡെയിലി അടിക്കുമ്പോഴാ? അല്ല, ട്രാവൽ ചെയ്യുമ്പോഴല്ലേ അടിക്കും. പിന്നെ ഉറങ്ങാനുള്ള ബോഡി വാഷ്, എനിക്ക് ബ്രൈറ്റ് ആവാനുള്ള ബോഡി വാഷ്. എന്താ ബ്രൈറ്റ് സ്കിൻ ടാൻ ഒക്കെ പോകാനുള്ള എല്ലാം ഡോക്ടർ ടീൽസിന്റെ ആണ്. പിന്നെ ഒരു ഡ്രൈ ഷാമ്പു, ട്രാവൽ ചെയ്യുമ്പോൾ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ തലയിൽ അടിച്ചാൽ മതി, ഡ്രൈ ഷാമ്പു. പിന്നെ ഇതെന്താ, വേദുവിന്റെ ഡോക്ടർ ടീൽസിന്റെ ഹെഡ് ബോഡി ഹെഡ് ടു വാഷ്. ഫൈനലി കുറച്ച് കപ്പലണ്ടി. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ, ഇനിയൊന്നുമില്ല. ഒന്നുമില്ല.
ആ ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡൈനിങ് ടേബിളിൽ. അത് ടേസ്റ്റി ആണോ? അത് ഇത് കഴിഞ്ഞ് കാണിച്ചോളാം. 4 ചിപ്സ് അല്ലേ ഉള്ളൂ, ചിപ്സും ചോക്ലേറ്റും എന്തുവാ. പിന്നെ ഡിയക്കുള്ള ടോയ് കാണിക്കേ. അത് ഇങ്ങനത്തെ ഒരു ക്ലേ ടൈപ്പാണ്. വേദുനൊരു ഗൺ വാങ്ങിയപ്പോ വാങ്ങി. സോ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ദുബായ് ഹാള്. ഇതാണ് ചെറുത്. എന്തെങ്കിലും ഉണ്ടോ അടിയിൽ തപ്പണം. നോക്ക്, എടുത്ത് തോക്ക്. കഴിഞ്ഞു. ഇനി ഞാൻ ബാക്കിയുള്ളത് പോയി ടേസ്റ്റ് ചെയ്ത് കാണിക്കാവേ. എന്തെങ്കിലും ചോക്ലേറ്റ് കാണും. ഇനിയൊന്നും ഇല്ലാന്ന്. ഇല്ല. ഇത്രയും സാധനങ്ങളാണ് ദുബായിന്ന് വന്നത്, ഈ ദുബായ്ക്കാരൻ കൊണ്ടുവന്നത് അല്ലേ? അപ്പൊ ഇനി ഞാൻ ആ സാധനങ്ങളും കൂടെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്യാം. ഇക്കണക്കിന് ഒരു വർഷം ദുബായ് നിന്നിട്ട് വന്ന എന്ത് ചെയ്യും? എന്തൊക്കെ കൊണ്ടുവരും? ഒരു 3 വെട്ടിയായിരിക്കും. 3 അറിയില്ല, 5 വെട്ടിയായിരിക്കും. ഓക്കെ ഗൈസ്, സോ ഹാള് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ ഹാള് കഴിഞ്ഞിട്ട് ഒരു 4 days കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. സോ ഫുഡിൻ്റെ കാര്യം ആക്ച്വലി കുറേ പേര് പറഞ്ഞു ഡേ ടു ഡേ മോശമാണ്. ഇനി ഞാൻ M&M ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. ദിസ് ഇസ് ദ ന്യൂട്ടല്ല, ഇത്രയും കഴിച്ച ഓൾറെഡി. ദിസ് ഓൾസോ ടേസ്റ്റ് റിയലി ഗുഡ്. ഞാൻ അത് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂട്ടല്ല, oh, tastes 1000 times better than the Nutella what you get here. കൂടുതൽ ഇത് ആക്ച്വലി ഈ ടർക്കിയുടെ സാധനം ലെസ് സ്വീറ്ററും ആണ്, മോർ നട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിച്ചു തുടങ്ങാം, അങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഇതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്, ഇനിയും അവിടെ ഏകദേശം ഇനിയൊരു 6 months കൂടെ ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഇനി വരാനായിട്ട്. ഇത് മെയ്ഡ് ഇൻ ടർക്കി ആണ്. ഇതുണ്ട്, ഓൺലി 7 ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ അതങ്ങനെ 6 months. ഇത് 11/2025 എക്സ്പയറി. സോ ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഇനി നമുക്ക് ചിപ്സ് ഒമാൻ. ഞാൻ ആക്ച്വലി കുവൈറ്റിലാണെങ്കിൽ പോലും ഈ ചിപ്സ് ഒമാനൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര ഒരു ഹൈപ്ഡ് ആയിട്ടുള്ള സംഭവമെന്ന് കേട്ടു. ഞാൻ കുവൈറ്റിൽ ഏതിൻ്റെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, KDD അങ്ങനെ ഏതോന്ന് തോന്നും, അതിൻ്റെ ചിപ്സ് കഴിക്കുമായിരുന്നു, ചിക്കൻ ഫ്ലേവർ കിട്ടുമായിരുന്നു. അതൊന്നും പക്ഷേ പിന്നെ എവിടെയും കണ്ടിട്ടില്ല. കുവൈറ്റിൽ ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരണ പാക്കറ്റ്, അതിപ്പോൾ ഉണ്ടെങ്കിൽ. ചിക്കൻ ഫ്ലേവർ ഒരു ഗോൾഡൻ കളർ കവറും കണ്ടായിരുന്നു. ചിപ്സ് ഒപ്പാന് ഫസ്റ്റ് ഫ്ലേവർ എനിക്ക് കിട്ടുന്ന എന്താ അറിയോ, ഒരു നാരങ്ങ പിഴിഞ്ഞ ഫ്ലേവറാണ്. നല്ല ചിപ്സാണ്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ചിപ്സിന് ഫാനല്ല, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇത് ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനമായിരുന്നു. എൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് അങ്ങനെ മാറുന്നില്ലായിരുന്നു. കുവൈറ്റിലും കിട്ടുമായിരുന്നു, ഈ സെയിം കളർ കവറായിരുന്നു ഈവൻ 20 years ബാക്ക്. സോ ഒരു സ്വീറ്റ്നെസ് കാണും ഇതിന്. നോക്കട്ടെ, ഇതൊന്നും ആരും അങ്ങനെ എപ്പോഴും വാങ്ങി കഴിക്കരുത്. ഓ യെസ്, അഡിക്റ്റീവ് സാധനമാണിത്. ഒരു ചെറിയ മധുരമുണ്ട് ആൻഡ് ഒരു ചീസി ഫ്ലേവറും ഉണ്ട്. ഇതൊന്നും എനിക്ക് ഒരു ഇഷ്യൂ ആയി തോന്നിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഡൈജസ്റ്റീവിൻ്റെ നിബിൾസ്, ഇത് 2 പാക്കറ്റായിട്ട് വാങ്ങി, ഒരെണ്ണം കഴിച്ചു. ഇതെല്ലാം ഡേ ടു ഡേ എന്നാണ്, ഒരു കുഴപ്പമില്ല. M&M ഇൻഫാക്ട് അബൌട്ട് 3 packets, 2 കഴിഞ്ഞു, ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. ആബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. സോ എനിക്കറിയില്ല എന്താണ് ഈ ഡേ ടു ഡേനോട് ആൾക്കാർക്ക് ഇത്രയും ഒരു വിരോധം. വെറുതെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നതാണോ അതോ ആദ്യം ഫുഡ് ബാഡ്. പിന്നെ ഞാൻ അവർ സോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഏറ്റവും കോസ്റ്റ് സേവ് ചെയ്യുന്നത് കമ്പയർഡ് ടു Carrefour ആൻഡ് ഓൾ. ആൻഡ് ഫ്യൂ തിങ്സ് ആർ ക്ലോസ് ടു എക്സ്പയറി, ബട്ട് ദാറ്റ്സ് ഓൾ. പക്ഷേ അവിടെ ഞാൻ വേദുവിന് ഒരു ടീഷർട്ട് വാങ്ങിയായിരുന്നു, ഒരു ലൂഫി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പൈററ്റ് ഹണ്ടർ. അത് ഒരു വാഷ് കഴിഞ്ഞപ്പോഴേക്ക് കളർ പോയി. സോ ഡ്രസ്സസ് ഓബിയസ്ലി ഐ ഡോണ്ട് റെക്കമെൻഡ്. പാത്രങ്ങളും എനിക്കൊന്ന് കഴിഞ്ഞവണ കണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ ഗുണമൊക്കെ പോയി. ആൻഡ് ദിസ് ഇസ് നൂണിന്ന്
എനിക്കൊന്ന് ദുബായിനെ കാട്ടി ഫേമസ് ആയിട്ടുള്ള ദുബായിയുടെ ഒരു സാധനം ഈ കുനാഫ ചോക്ലേറ്റ് ആയിരിക്കും. ലുക്ക് അറ്റ് ദിസ്. സോ നൂണിലെ ഈ ബിഗ് ഡാഡി എന്ന് പറയുന്ന ഭയങ്കര പോപ്പുലർ ആണെന്ന് കേട്ടു. വോക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെയാണ്. ഇത് അറൌണ്ട് 20 dirhams ആണ്. ഓടെ പാക്കേജിങ്, ഇറ്റ്സ് ഫീൽ സോ എക്സ്പെൻസീവ്. ഈ പാക്കേജിങ് തന്നെ ഫീൽ സോ എക്സ്പെൻസീവ്. കണ്ടോ, നല്ലൊരു ലക്ഷറി പോലെ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, കാരണം എല്ലാവരും കാണിക്കുന്ന നല്ല പൊട്ടിക്കുമ്പോൾ ആ പിസ്റ്റാഷ്യോയും കുനാഫയൊക്കെ വെളി വരണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ കഴിക്കണം. 4 ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു, അറിയോ? അതുകൊണ്ടാണ് കഴിക്കാതിരുന്നത്. സോ ലെറ്റ് മീ ഓപ്പൺ ഇറ്റ്. വാവ് വാവ്, ലുക്സ് സോ അമേസിങ്. നോ, ലുക്സ് സോ അമേസിങ്. എന്ത് കളറാന്ന് നോക്ക്, എന്തൊക്കെ കളേഴ്സ് ആണ്. ലുക്സ് സോ എക്സ്പെൻസീവ് റിയലി. ഇനി ഫോർ ദ മൂവ്മെന്റ് ഓഫ് ട്രൂത്ത്, ലെറ്റ് മീ സീ. ഇത് കുറേ മെൽറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അകത്തുനിന്ന് എങ്ങനെ വരും എന്നറിയില്ല. ഓക്കെ ഓക്കെ, ലെറ്റ് മീ സീ. ഇത് അകത്തൊന്നും ഇല്ലേ, പറ്റിച്ച. ഓ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും വന്നില്ല കുനാഫ ചോക്ലേറ്റ്. പക്ഷെ ദർ ഇസ് കുനാഫ പേസ്ട്രി ആൻഡ് പിസ്താഷ്യോ ഇൻ ദ ഇൻസൈഡ്. ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. നല്ല കിഡ്ലൻ ടേസ്റ്റ് ആണ്. പക്ഷെ കുനാഫ ചോക്ലേറ്റ് നമ്മൾ കുനാഫയുടെ ടേസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇറ്റ് ഹാസ് എ ഡിസ്റ്റിങ്ക്ട് മിഡിൽ ഈസ്റ്റേൺ ഫ്ലേവർ. കാരണം പിസ്റ്റാഷ്യോ കുനാഫയുടെ പേസ്ട്രി അവർ വറുത്ത് വെച്ചിരിക്കുക. സോ ഒരു നട്ട്സിന് പകരം നമ്മുടെ റൈസ് ക്രഞ്ചീസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫ്ലേവർ എപ്പോഴും ഇത് കിട്ടും ആ കുനാഫയുടെ പേസ്ട്രി ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ ദുബായിൽ കഴിച്ച വേറെ ടേസ്റ്റ് അടിപൊളിയാണ്, പക്ഷെ മറ്റേ പച്ച സാധനം ഇങ്ങനെ വലിഞ്ഞു വന്നില്ലല്ലോ. ബട്ട് ടേസ്റ്റ് വൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. അതുകൊണ്ട് കൊക്കോ ക്വാളിറ്റി ഇസ് റിയലി ഗുഡ്. പക്ഷെ മെൽറ്റായി തന്നെ കഴിക്കണം. ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണില്ല. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ദുബായ് എന്നുള്ള ഒരു ഹാള്. പിന്നെ നമ്മൾ KDD എന്ന് പറഞ്ഞ ജ്യൂസായിരുന്നു എപ്പോഴും കുടിച്ചുകൊണ്ടിരുന്നത്. ഡെയിലി KDD കുടിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാണിയായിരുന്നു ഉള്ളത്. സാധാരണ എൻ്റെ ഒരു ഓർമ്മ വെച്ചാൽ ശരിയാണെങ്കിൽ വലിയ മധുരമൊന്നുമില്ല, ചെറിയ പുളിപ്പുണ്ട്. സംഭവം അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്കൊന്നും ഇപ്പം മേ ബി ബെറ്റർ സ്റ്റഫ് അതാണ്. പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറി, ട്രാൻസ്ഫോമിങ് ടു മെമ്മറിയാണ്. നോസ്റ്റാൾജിയ ഒരു സംഭവം അല്ലേ. അതേ ടേസ്റ്റ്, വലിയ മധുരവും ഇല്ല, എന്താ പറയുന്നത്, കുറച്ച് പുളിയും ഉണ്ട്. യു ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് റിയൽ ഓറഞ്ച്. അടിപൊളി കേട്ടോ റാണിയുടെ ജ്യൂസ്. ഓൾ ഫ്രം ഡേ ടു ഡേ, almost 30 kilos of our memories, and I think so food ഒക്കെ you can definitely go shop from day to day. ആൻഡ് നിങ്ങൾ ഞങ്ങളുടെ ദുബായ് വ്ളോഗ് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ഈ ദുബായ് ചോക്ലേറ്റിൻ്റെ ഫാൻ ആണോ നിങ്ങൾ, അതോ ഇത് മോർ ഓഫ് ഹൈപ്പ് ആണോ എന്ന് പറയുക. ഇത്രയധികം മാർക്കറ്റ് ചെയ്ത് ഹിറ്റാക്കിയ വേറൊരു ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തിടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടുണ്ടെന്ന്.